നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പ്രതിരോധ രംഗത്ത് ചരിത്രമെഴുതി ഇന്ത്യ. അഗ്നി പ്രൈം മിസൈലിന്റെ പുതിയ പരീക്ഷണം വിജയകരം. മിസൈൽ പരീക്ഷണം നടത്തിയത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചിൽ നിന്നും. NSSനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. പെരുന്നയിലെത്തി ജി സുകുമാരൻ നായരുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ശബരിമല യുവതീ പ്രവേശനത്തിൽ ശക്തമായ നിലപാടെടുത്തത് തങ്ങളെന്ന് NSSനെ ഓർമ്മിപ്പിച്ചു കോൺഗ്രസ് നേതാക്കൾ. NSSുമായി അഭിപ്രായ ഭിന്നതയില്ലെന്ന് VD സതീശൻ. പത്തനംതിട്ടയിൽ ജി സുകുമാരൻ നായർക്കെതിരെ ബാനർ. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞത് ഗ്രൂപ്പ് തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ. പകരം ചുമതല TJ ഐസക്കിന്. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്നും ND അപ്പച്ചൻ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ നയിക്കും. രവീന്ദ്ര ജഡേജ വൈസ് ക്യാപ്റ്റനാകും. ജസ്പ്രീത് ബുംറ ടീമിൽ തിരിച്ചെത്തും. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. അടുത്ത 3 ദിവസം കേരളത്തിൽ ഇടവിട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകുന്നതിന്റെ ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമെങ്കിൽ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ 27-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി വിക്ഷേപിച്ച് ഇന്ത്യ. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചിൽ നിന്നുമാണ് പരീക്ഷണം നടത്തിയത്. DRDO ആണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ട്രെയിൻ കോച്ചിൽ നിന്നും ഇന്ത്യ നടത്തിയ ആദ്യ മിസൈൽ പരീക്ഷണമാണിത്. 2000 കിലോമീറ്റർ പ്രഹരശേഷിയിൽ ചൈനയും പാകിസ്ഥാനും താണ്ടാനുള്ള കരുത്തുള്ള അത്യാധുനിക ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. അഗ്നി പ്രൈം മിസൈൽ പരീക്ഷണ വിജയത്തിൽ DRDOയെയും സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിനെയും പ്രതിരോധ സേനകളെയും രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വിവാദങ്ങൾക്കിടെ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. NM വിജയന്റെ മരണം ഉൾപ്പെടെ ജില്ലയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടരുന്നതിനിടയിലാണ് DCC പ്രസിഡന്റ് സ്ഥാനം ND അപ്പച്ചൻ ഒഴിഞ്ഞത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ND അപ്പച്ചൻ നടത്തിയ പരാമർശം സ്ഥാനമാറ്റത്തിന് കാരണമെന്നാണ് സൂചന. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് TJ ഐസക്കിന് അധ്യക്ഷസ്ഥാനം നൽകിയേക്കും. വയനാട് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിലാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ND അപ്പച്ചന്റെ പടിയിറക്കം. സ്വയം ഒഴിഞ്ഞെന്ന് KPCC നേതൃത്വം പറയുമ്പോഴും പ്രിയങ്ക ഗാന്ധിയെ പിണക്കിയതാണ് അപ്പച്ചന്റെ സ്ഥാനമാറ്റത്തിന് കാരണമെന്നാണ് സൂചന. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശന പരിപാടികൾ പാർട്ടിയുമായി ആലോചിച്ചല്ല നിശ്ചയിക്കുന്നതെന്ന് അപ്പച്ചൻ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. ഈ പരാമർശം പ്രിയങ്കയെ ചൊടിപ്പിച്ചു. അധ്യക്ഷനെ മാറ്റണമെന്ന് ഇവർ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ KPCC യോഗത്തിൽ തന്നെ ഒഴിവാക്കി തരണമെന്ന് അപ്പച്ചൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിർബന്ധപൂർവ്വം രാജി എഴുതി വാങ്ങിയെന്നാണ് സൂചന. മാറ്റിയ കാര്യം തന്നോട് നേതൃത്വം അറിയിച്ചിട്ടില്ലെന്നും പാർട്ടിയെ അനുസരിക്കുമെന്നും അപ്പച്ചൻ പ്രതികരിച്ചു. സന്തോഷത്തോടെ സ്വീകരിക്കും. KPCC നേതൃത്വം പറയാണ് മാറണമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കും.
അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പച്ചന് പകരം കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ TJ ഐസക്കിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയന്റെ പേര് പരിഗണിച്ചെങ്കിലും സാമുദായ സമവാക്യം ഐസക്കിനെ തുണയ്ക്കാനാണ് സാധ്യത. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന സർഗസംവാദം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. അതിലേക്ക് Bharat Mata and Guru Puja and all these things are not politically convenient for anybody. It is in our blood and thought and everything. We are not politically motivated. It is our culture. We just cannot ignore that. Some of the school teachers and some principals, they came to me when this Guru Puja was opposed in the schools. I said, how come this is happening? And that too in a state which is culturally so at highest level. We all consider Kerala at highest level. We always feel that Kerala is such a high level culturally, rich, so rich, hugely rich, and that all these things are happening in Kerala. All those people, I come from Goa, we always feel that Kerala's culture is really the best one culture in the country. We have to follow that. I was governor in Bihar, and that time I went to one place, and the name of that place was Mahishi. Many of you might have not heard of it, but that is the place where Adi Shankaracharya went, and he had a Shastrartha with Mandan Mishra. That Shastrartha is famous, but many of us don't know where it was held. It was held in Mahishi of Bihar. I went there. Twice I went there. Then I came here when I was governor of Bihar. I came to Kaladi. Went to the Padukas. I took darshan of Padukas of Adi Shankaracharya. And there I said, yes, I have to have something of Adi Shankaracharya in Mahishi. But immediately I was sent here at the place of Adi Shankaracharya, Kerala, as a governor. But we will do it. We have to do it. Because this particular culture of Kerala is throughout our country. If you go to Jammu Kashmir, you just read the book of Abhinav Gupta. He tells what the Shankaracharya was, how he established everything in Kashmir. What was the need for this? To keep whole country together. മറ്റ് വാർത്തകൾ നോക്കാം. ആത്മഹത്യ ചെയ്ത വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ വീടിന്റെ ആധാരം ബത്തേരി അർബൻ ബാങ്ക് കുടുംബത്തിന് കൈമാറി. ലോൺ ബാധ്യത KPCC കഴിഞ്ഞ ദിവസം അടച്ചു തീർത്തിരുന്നു. 2 ജീവന്റെ വിലയുള്ള ആധാരമെന്നും പാർട്ടി നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ 2 ജീവനുകൾ നഷ്ടമാകില്ലായിരുന്നുവെന്നും മരുമകൾ പത്മജ പ്രതികരിച്ചു. പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. അപ്പൊ ഈ 3 കാര്യങ്ങളായിരുന്നല്ലോ അന്ന് കരാറിലുണ്ടായിരുന്നത്. അപ്പൊ ആ കരാർ പൂർണ്ണമാക്കിയോ? എന്താണ് അതിന്റെ ഇനി? അതെ, ആദ്യം അവർ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് NM വിജയന്റെ എല്ലാ ബാധ്യതകളും തീർക്കുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് അവർ ഏകപക്ഷീയമായി ഈ 3 കാര്യങ്ങളെ KPCCക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, അത്രേ KPCCയുടെ ഫണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളത് എഗ്രിമെന്റ് ഓക്കെ പറഞ്ഞതാണ്. ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തോടുകൂടി തീർന്നിരിക്കുകയാണ്. ബാക്കി കടങ്ങൾ ഇത് പാർട്ടി വരുത്തി വെച്ച ബാധ്യത എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. പാർട്ടി വരുത്തി വെച്ച ബാധ്യതയാണ് ഇതിൽ കൂടെ തീർന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ അതിന്റെ വഴിക്ക് നോക്കും. ജീവിച്ചല്ലേ പറ്റും.
തിരുവനന്തപുരത്ത് അങ്കൻവാടി ടീച്ചർ കുട്ടിയെ മർദ്ദിച്ചതായി പരാതി. മാർനല്ലൂർ പറമ്പിക്കോണം സ്വദേശികളായ പ്രവീൺ നാൻസി ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകളെയാണ് അങ്കണവാടി ടീച്ചർ മർദ്ദിച്ചത്. കുഞ്ഞിന്റെ മുഖത്ത് മർദ്ദിച്ച പാടുകൾ കണ്ടതിനെ തുടർന്ന് കാര്യം തിരക്കിയപ്പോഴാണ് ടീച്ചർ അടിച്ച വിവരം അറിഞ്ഞത്. അങ്കൻവാടിയിലെ ടീച്ചർ പുഷ്പകലയ്ക്കെതിരെയാണ് പരാതി. കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അങ്കൻവാടിയിൽ നിന്നും എത്തിയതു മുതൽ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായും പാട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും കുട്ടിയുടെ അച്ഛൻ പ്രവീൺ പറഞ്ഞു. എന്ന് പറഞ്ഞവരോട് അംഗൻവാടിയുടെ എന്തോ ഒരു സംഘടന അവർ ഓഫീസിൽ നിന്നൊക്കെ ആൾ വന്ന് അപ്പോൾ അവർ സംസാരിച്ച് താൽക്കാലികമായിട്ട് അവരെ ജോലിയിൽ നിന്ന് മാറ്റി. ഇതെന്താണെന്ന് സത്യാവസ്ഥ അറിയുന്നത് വരെ അവർ ചോദിച്ചപ്പോഴും അവർ പറയുന്നത് അവർ അടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പുഷ്പകലയിലോട്ട് പരാതി എത്തുന്നത് കാരണം ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് അവരടിച്ചെന്നാണ് പറയുന്നത്. അപ്പം ഈ ആശാ വർക്കറും ടീച്ചറും അല്ലാതെ അതിനകത്ത് വേറെ ആരും വന്നിട്ടില്ല എന്ന് അവരും പറയുന്നത്. ഈ കുഞ്ഞിന്റെ പരിക്ക് എങ്ങനെയാണ്? പരിക്ക് ആ ഒരു പാട് മാറി, എന്നാലും കവിളിലൊരു വീക്കമുണ്ട്. ഇപ്പം ENT കാണിച്ച് അപ്പോൾ മരുന്നൊഴിച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അവർ. നിങ്ങൾ ഇന്നലെ അറിയുന്നു കുഞ്ഞ് രാത്രി കരഞ്ഞപ്പോഴാണെന്നൊക്കെ? ഈ പാട് കണ്ട്, പക്ഷേ പാട് കണ്ട് ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് വേണ്ട കളയാന്ന് വിചാരിച്ച്. എന്തായാലും അവർക്കൊരു കയ്യബദ്ധം പറ്റിയതായിരിക്കും, അല്ലാതെ സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ പിന്നെ രാത്രി കുഞ്ഞ് കരഞ്ഞെ കൊണ്ടാണ് തക്കാട് കൊണ്ടുവന്നപ്പോൾ അവർ നോക്കിയപ്പോൾ അവർ വീക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ENT കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ENT ഇങ്ങ് വന്നത്. ഇടതുപക്ഷത്തോടടുക്കുന്ന NSS നിലപാടിൽ സൂക്ഷ്മതയോടെ ഇടപെടാൻ KPCC നേതൃത്വം പെരുന്നയിലെത്തി കൂടിക്കാഴ്ച നടത്താനാണ് തയ്യാറെടുക്കുന്നത്. ശബരിമല വിഷയത്തിൽ കേസുകൾ പിൻവലിക്കാത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടും. ആചാര സംരക്ഷണത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾക്ക് കൂടുതൽ പ്രചാരണം നൽകും. അയ്യപ്പ സംഗമത്തിനു ശേഷം NSSന്റെ നിലപാട് മാറ്റത്തിൽ അമ്പരന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. യുവതീ പ്രവേശന സമയം മുതൽ ഇടതുപക്ഷത്തോടുള്ള പ്രതിഷേധം പരസ്യമാക്കിയ NSS പക്ഷേ സമദൂര നിലപാടിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ സമദൂരം വിട്ട് ഇടതിലേക്ക് ശരിദൂരം സ്വീകരിക്കുന്ന NSSന്റെ സമീപനം കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ്. അതിനാൽ പെരുന്നയിലെത്തി കൂടിക്കാഴ്ച നടത്താനാണ് KPCC നേതൃത്വം തയ്യാറെടുക്കുന്നത്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ G സുകുമാരൻ നായരുമായി അനുനയ നീക്കത്തിന് ശ്രമിക്കുകയാണ്. ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ NSS പ്രതിനിധി സഭ ചേരും. യോഗത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെരുന്നയിൽ നിന്നുള്ള നീക്കത്തെ കരുതലോടെ വീക്ഷിക്കുകയാണ് കോൺഗ്രസ്. യുവതീ പ്രവേശന സമയത്തെ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പ് കോൺഗ്രസ് തുറന്നുകാട്ടും. ആചാര സംരക്ഷണത്തിൽ കോൺഗ്രസിന്റേത് ഉറച്ച നിലപാടാണെന്ന് ബോധ്യപ്പെടുത്തും. NSSനെ വിമർശിക്കരുതെന്നും ജാഗ്രതയോടെ പ്രതികരിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയ്യപ്പ സംഗമത്തിൽ NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾക്ക് അവരുടെ തീരുമാനമെടുക്കാമെന്നും അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി ഭക്തനായി അഭിനയിച്ചു. ആചാര ലംഘനത്തെ നവോത്ഥാനമെന്നാണ് ആദ്യം പറഞ്ഞത്. ആ നിലപാടിൽ മാറ്റമുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സമുദായ സംഘടനകൾ NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനമെടുക്കാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ കഥാപാത്രമാകുമായിരുന്നു. സമദൂര സിദ്ധാന്തമാണ് അവരെടുക്കുന്നതെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് എന്താ ബന്ധം? മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ പുള്ളി ഒരു കപട ഭക്തനായി അഭിനയിക്കുകയായിരുന്നു. ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് സംരക്ഷിക്കാൻ. ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു. അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്ത് മാറ്റം പിണറായി സർക്കാരിനുണ്ടായി? മാറ്റമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് ആചാരമൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസും നേതാക്കളും വിശ്വാസികളാണ്. കോൺഗ്രസിന് NSSുമായി എല്ലാ കാലത്തും നല്ല സൗഹൃദമാണ്. സുകുമാരൻ നായരെ കാണുമോ എന്നതിനോട് KPCC പ്രസിഡന്റ് പ്രതികരിച്ചില്ല. ശബരിമല വിഷയത്തിൽ അവർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായില്ല. ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും UDFും അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. NSSുമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണുള്ളത്. അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് തന്നെ പരിഗണിക്കും. എല്ലാ കാലത്തും NSSന്റെ നിലപാട് സമദൂര നിലപാടാണല്ലോ, പ്രഖ്യാപിത നിലപാട്. ആ നിലപാടിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്.
ലൈംഗിക അതിക്രമ കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പാലക്കാടേക്കുള്ള തിരിച്ചുവരവ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയോടെ എംഎൽഎ എന്ന നിലയിൽ രാഹുലിന്റെ പൂർണ്ണ പിന്തുണ നൽകാനാണ് കെപിസിസി നേതൃത്വം ഡിസിസിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പേരിന് പുറത്താക്കുകയും സംരക്ഷണ വലയം തീർക്കുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞു. 38 ദിവസത്തിന് ശേഷം ഇന്നലെ പാലക്കാട് മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ തന്നെ തുടരാനാണ് തീരുമാനം. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്, കെപിസിസി സെക്രട്ടറി MP VK ശ്രീകണ്ഠൻ തുടങ്ങിയവരെ അറിയിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തിയത്. എംഎൽഎ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട പിന്തുണ നൽകാൻ കെപിസിസി നേതൃത്വം നിർദ്ദേശം നൽകിയതായി DCC പ്രസിഡന്റ് തങ്കപ്പൻ സ്ഥിരീകരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിന് പുറത്താകുകയും പുറമെ സംരക്ഷണം തീർക്കുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും VD സതീശന്റെ വാക്കിന് ആരും വില കൽപ്പിക്കുന്നില്ല എന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും പറഞ്ഞു. രാഹുലിന്റെ കാര്യത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നിലപാട് ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. രാഹുലിനെതിരെ നടപടി നിലനിൽക്കുകയാണെങ്കിലും മുന്നിൽ കണ്ടാൽ മിണ്ടാതെ പോകാനാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. PJ പൗലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു. അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പാർട്ടിയിൽ നിന്ന്. ഇന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കാണാതെ പോവോ, വണ്ടി കയറി പോവോ, കാണാതെ പോവോ, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? രാഹുൽ മണ്ഡലത്തിൽ പോകട്ടെ എന്നും ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് വരുമ്പോൾ നോക്കാമെന്നുമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രതികരണം. അത് MLA അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിന് തലയിടേണ്ട ആവശ്യമുണ്ട്. നിയമസഭയിലേക്ക് അധികം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിൽ MLA പോകരുതെന്നും പറയാൻ നിവൃത്തിയില്ല. അത് പോയിക്കോട്ടെ. അധികം പരിപാടികളൊന്നും വരെ പങ്കെടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിൽ MLAക്ക് സാധാരണ ഉണ്ടല്ലോ, ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ. ഇപ്പൊ അദ്ദേഹം MLA ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. അന്തരിച്ച KPCC സെക്രട്ടറി പൗലോസിന്റെ സംസ്കാര ചടങ്ങിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് മണ്ഡലത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ആദ്യ ദിനം തുടർന്ന പ്രതിഷേധം BJPയും DYFIയും തുടരാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് ഷാഫി പറമ്പലിനെതിരായ CPM ജില്ലാ സെക്രട്ടറിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഷാഫിക്കെതിരെ ഉണ്ടായത് ആരോപണമല്ല, അധിക്ഷേപമാണ്. ഒരാളെക്കുറിച്ച് എന്തും പറയാമെന്നാണോ? CPM അയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം, അറസ്റ്റ് ചെയ്യണം. ഷാഫി പറമ്പിൽ പരാതി നൽകുമെന്നാണ് കരുതുന്നത്. CPMകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത ആളുകൾക്കെതിരെ വരെ കേസെടുക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അത് ആരോപണമൊന്നും പറയാൻ പറ്റില്ല, അത് അധിക്ഷേപമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക, അല്ലെങ്കിൽ പച്ചത്തെറി പറയുക, എന്തും പറയുക, വിളിച്ചു പറയുക. CPMൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയുന്നത്. CPM നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ പറവൂരിലെ ഒരു കേസിൽ ഇല്ലാത്ത ആളുകളെയാണ് കേസെടുക്കുന്നത്. കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് എല്ലാവർക്കും എതിരായിട്ട് കേസാണ്. ആ അദ്ദേഹത്തിൻ്റെ പറവൂരത്തെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? CPMകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത കേസ് കൂടി എടുക്കും. ഇല്ലാത്ത ആളുകൾ കൂടി, തെറ്റിയാത്ത ആളുകൾക്കെതിരെ കൂടി കേസെടുക്കും. ഇത് പരസ്യമായിട്ടൊരു ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അസംബന്ധവും അസഭ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അയാളെ ആദ്യ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. എന്നിട്ട് അയാൾക്കെതിരായിട്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായി നടപടിയെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ജയിലുകളിൽ കുറ്റവാളികൾ കൊടും കുറ്റവാളികളായി മാറുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി ശിക്ഷിക്കും വരെ വിചാരണ തടവുകാരെ നിരപരാധികളായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ജയിൽ സേനയുടെ ഭാഗമായ 101 ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. പരമ്പരാഗതമായി അഴിഞ്ഞ ഇടമായാണ് ജയിലുകളെ കരുതിപ്പോകുന്നത്. എന്നാൽ സംസ്ഥാനത്തെ ജയിലുകളുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിചാരണ തടവുകാരുടെ കാര്യത്തിൽ കോടതി ശിക്ഷിക്കും വരെ കുറ്റക്കാരായി കാണാൻ പാടില്ല. അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 9 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ പ്രിസൺ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സേനകളിലേക്ക് വരുന്ന
ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. നിങ്ങളും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഇന്ന് ജയിൽ സേനയുടെ ഭാഗമാകുന്ന 101 അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർമാരും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. തിരുവനന്തപുരത്ത് നടന്ന 9 മാസത്തെ പരിശീലനത്തിന് ശേഷം 13 വനിതകൾ ഉൾപ്പെടെ 101 ഓഫീസർമാരാണ് പാസിംഗ് ഔട്ട് പരേഡിലൂടെ ജയിൽ സേനയുടെ ഭാഗമായത്. മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥർക്കുള്ള മെഡലുകളും മുഖ്യമന്ത്രി സമ്മാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വികസിത കേരളമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരണം. വികസന കേരള സന്ദേശം എല്ലാ വീടുകളിലും കയറി പ്രചരിപ്പിക്കും. 75 കൊല്ലം മാറി മാറി ഭരിച്ചവർ നടത്തിയ അനാസ്ഥയെക്കുറിച്ച് സംസാരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബി.ജെ.പിയുടെ ആസ്ഥാന മന്ദിരമായ മാരാർജി ഭവനിൽ നടന്ന ദീനദയാൽ ഉപാധ്യായ അനുസ്മരണ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത കേരളമാണ് പാർട്ടിൻ്റെ ലക്ഷ്യം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ വികസിത കേരളം ഇവിടെ സൃഷ്ടിക്കണം. അതാണ് പാർട്ടീൻ്റെ ഒരു ദൗത്യം, എല്ലാ പ്രവർത്തകരുടെ ദൗത്യം. അതിനുവേണ്ടി ഈ വികസന സന്ദേശം എല്ലാ വീട്ടിൽ കയറി എല്ലാ മലയാളിയോടൊപ്പം ഇരുന്ന് ഈ വികസന സന്ദേശവും ഈ വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് ബി.ജെ.പി. കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഒരു ജനസമ്പർക്കം തുടങ്ങുന്നു. 25-ാം തീയതിയാണ് ഇന്ന് ദീൻദയാൽജീൻ്റെ ജയന്തിൻ്റെ ദിനമാണ് ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഇലക്ഷൻ വരെ ഈ പ്രവർത്തനം, ഈ വികസന സന്ദേശം, ഈ വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ഏത് ജില്ലയായാലും എയിംസ് കേരളത്തിന് വേണമെന്നാണ് ബി.ജെ.പി. നിലപാടെന്ന് എം.ടി. രമേശ് പറഞ്ഞു. കേരളത്തിന് അനുവദിച്ച എയിംസ് ആലപ്പുഴയിലോ തൃശൂരിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാട്. എന്നാൽ അത്തരം അഭിപ്രായം ബി.ജെ.പിക്കില്ലെന്ന് എം.ടി. രമേശ് കാസർഗോഡ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ബി.ജെ.പി. കേരള ഘടകത്തിന് ഈ കാര്യത്തിൽ ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് എയിംസ് കേരളത്തിൽ വേണമെന്നുള്ളതാണ്. മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ബി.ജെ.പി. കേരള ഘടകത്തിന്റെ നിലപാടായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. കേരളത്തിന് പുറത്തേക്ക് കേരളത്തിൽ വേണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോട്ടെ എന്ന് സുരേഷ് ഗോപി അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും പോവില്ല. കേരളത്തിൽ അവകാശപ്പെട്ട എയിംസ് കേരളത്തിന് തന്നെ കിട്ടും. അതിനോടൊന്നും ബി.ജെ.പിക്ക് യോജിപ്പില്ല. കേരളത്തിന് കിട്ടാൻ ഞാൻ തമിഴ്നാട്ടിലേക്ക് എങ്ങനെ പോവാ? കേരളത്തിന് അവകാശപ്പെട്ടതാണ്, കേരളത്തിന് തന്നെ കിട്ടണം. ഞങ്ങൾ വികസിത കേരളം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. വികസിത കേരളം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട കേരളത്തിന് എയിംസ് വേണം എന്നുള്ളതാണ് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് വേണ്ടത്. അത്തരമൊരു തീരുമാനമെടുക്കാൻ വൈകുന്നതാണ് തടസ്സം. കോഴിക്കോട് കിനാലൂരിൽ സ്ഥലമുള്ള കാര്യം കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഈ ആവശ്യം ധനമന്ത്രാലയത്തിന് കൈമാറി. കേരളത്തെ അടുത്ത തവണ പരിഗണിക്കുമെന്നുമാണ് ഏറ്റവും അവസാനം ഉറപ്പ് ലഭിച്ചതെന്നും മന്ത്രി വീണ ജോർജ് തൃശൂരിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഔദ്യോഗികമായി കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചൊരു കത്താണ്. എനിക്ക് ഏറ്റവും അവസാനം, കൃത്യമായ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് അവസാനം ലഭിച്ച കത്തിൽ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ കത്ത് കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു. ഇനി അവിടുന്ന് തീരുമാനം വരണം. കഴിഞ്ഞ ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ പ്രഖ്യാപിച്ചില്ല. അപ്പോൾ ഈ ബാക്കി ഒരു തരത്തിലുള്ള ഒരു ആശയവിനിമയവും കേരളവുമായിട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. സമസ്ത ജമിയത്തുൽ കുതുബ ജനറൽ സെക്രട്ടറി സ്ഥാനം നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചു. സംസ്ഥാന നേതാക്കളെ അപമാനിച്ച് നാസർ ഫൈസി കൂടത്തായി പ്രസ്താവന നടത്തുന്നുവെന്ന് സമസ്ത ജമിയത്തുൽ കുതുബ. സംസ്ഥാന പ്രവർത്തക സമിതിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് രാജി. പ്രവർത്തക സമിതിയിലെ പലരും താൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിൽ വിയോജിപ്പ് അറിയിച്ചതിനാൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്ഥാനം ഒഴിയുകയാണെന്നും കാണിച്ച് നാസർ ഫൈസി കൂടത്തായി സമസ്ത ജമിയത്തുൽ കുതുബ സംസ്ഥാന പ്രസിഡന്റ് കൊയ്യോട് ഉമ്മർ മുസ്ലിയാർക്ക് കത്ത് നൽകി. സംസ്ഥയിലെ ഖത്തീബുമാരുടെ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ കുതുബ.
ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന അവാർഡുകൾ പ്രഖ്യാപിച്ചു. നടി ഷീല, ഗായിക PK മേദിനി എന്നിവരാണ് ഈ വർഷം പുരസ്കാരത്തിന് അർഹരായത്. 1 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. മന്ത്രി R ബിന്ദുവാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. ആദ്യകാല ലേഡി സൂപ്പർ സ്റ്റാറും നിത്യഹരിത നായികയുമായിട്ടുള്ള ഷീലയെയും പ്രശസ്ത ഗായിക PK മേദിനിയെയുമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1 ലക്ഷം രൂപ വീതമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാര തുക. 60 വയസ്സിന് ശേഷവും തങ്ങളുടെ കർമ്മമേഖലയിൽ സജീവമായി നിൽക്കുന്ന, ദീർഘകാലം തങ്ങളുടെ കർമ്മമേഖലയിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതെന്ന് സംശയം. അസം സ്വദേശി മാഹിൻ അൻസാരി എന്നായിരുന്നു RC ബുക്കിലെ മേൽവിലാസം. എന്നാൽ വ്യാജ മേൽവിലാസം നൽകി വാഹനം ഇറക്കിയത് മൂവാറ്റുപുഴ സ്വദേശി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഓപ്പറേഷന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകൾ നടത്താനാണ് കസ്റ്റംസിന്റെ തീരുമാനം. കൊച്ചി കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നും പിടിച്ചെടുത്ത വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ പരിശോധിച്ചതിൽ നിന്നാണ് അസം സ്വദേശി മാഹിൻ അൻസാരി എന്ന പേര് കസ്റ്റംസിന് ലഭിച്ചത്. എന്നാൽ വാഹനം ഇറക്കിയത് മൂവാറ്റുപുഴ സ്വദേശി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇയാളെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കസ്റ്റംസ്. അസമിൽ ഇതേ പേരിലും മേൽവിലാസത്തിലും മറ്റൊരാൾ ഉണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. 2 ആഴ്ച മുൻപാണ് വാഹനം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. ഇവിടെ നിറമാറ്റം വരുത്താനായിരുന്നു നീക്കം. അതേസമയം ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ തുടരുകയാണ്. 150ഓളം വാഹനങ്ങളിൽ ഇതുവരെ 38 എണ്ണം പിടിച്ചെടുത്തു. ദുൽഖർ സൽമാൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ദുൽഖറിൻ്റേതെന്ന് കരുതുന്ന 2 കാറുകൾക്കായി തെരച്ചിൽ തുടരുകയാണ്. അമിത് ചക്കാലക്കലിന് കോയമ്പത്തൂരിലെ വാഹന മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കുന്നതിന് മുന്നോടിയായാണ് ചർച്ച. നിയമപോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ നടത്തിയതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും നടത്താനാണ് നീക്കം. SIR നടപ്പിലാക്കുന്നത് തടയാനാവില്ലെന്ന് സുപ്രീം കോടതി കൂടി നിലപാടെടുത്തതോടെയാണ് നടപടികളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത്. എന്നാൽ രാജ്യവ്യാപക SIRലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത്. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരുന്നു. ഇതേ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ യോഗം ചേരാനാണ് നീക്കം. പോണ്ടിച്ചേരിയിൽ ഇതിനോടകം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായിട്ടുണ്ട്. പ്രതിഷേധങ്ങളും നിയമപോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ബീഹാറിൽ SIRുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെങ്കിലും ജൂണിൽ തുടങ്ങിയ നടപടികൾ 6 മാസമാണ് നീണ്ടുപോയത്. ജനുവരിയിൽ നടപടി പൂർത്തിയാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ എതിർപ്പുകൾ വന്നാൽ കമ്മീഷൻ ഉദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്ത് SIR നടപടികളുമായി മുന്നോട്ടു പോകാൻ കമ്മീഷൻ തീരുമാനിച്ചത്. SIR നടപ്പിലാക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമവായ നീക്കം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത സംയുക്ത പാർലമെന്ററി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക സാഹചര്യങ്ങൾ കൂടി കണക്കിലാക്കുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നല്ലതാണെന്നാണ് കമ്മീഷൻ യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ബുംറ ടീമിൽ തിരിച്ചെത്തും. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ രവീന്ദ്ര ജഡേജയാണ് വൈസ് ക്യാപ്റ്റൻ. കരുൺ നായർക്ക് പകരം ദേവദത്ത് പടിക്കൽ ടീമിലെത്തും. ഋഷഭ് പന്ത് പരിക്കിൽ തുടരുന്ന സാഹചര്യത്തിൽ ധ്രുവ്, N ജഗദീശൻ എന്നിവർ വിക്കറ്റ് കീപ്പറാകും. 2 മത്സരങ്ങളുള്ള സീരീസ് ഡൽഹിയിലും അഹമ്മദാബാദിലും വെച്ചാണ് നടക്കുക.